ഇവിടെയും ചാവക്കാടും ഈ വഖഫിന്റെ നോട്ടീസ് പലർക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാല് ഇടവകയിലത്തെ തന്നെ 4 കുടുംബങ്ങൾക്കാണ് വഖഫിന്റെ ബോർഡിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 37ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ വഖഫിന്റെ ബോർഡിന്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോഴാണ് അറിയുന്നത്. പക്ഷേ അവർക്ക് കഴിഞ്ഞ വർഷം മുതലേ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരില്ലാത്ത സമയത്ത് അവരുടെ വീടിന്റെ വാതിൽക്കൽ അവരെ നോട്ടീസ് ഒട്ടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് മുൻപത്തെ സംഭവിച്ചത് ഈ ചാവക്കാടും സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഇതൊരു പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടൊന്നല്ല. നമ്മുടെ ഇടവകയിലെ കുടുംബങ്ങൾക്കും ഇതുപോലെ ഈ നീതി നിഷേധിക്കപ്പെട്ട കുടുംബങ്ങൾക്കും ഒത്ത് നമ്മുടെ ക്രൈസ്തവ സഭ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. ഇതിനെതിരെ പലപ്പോഴും പലരും പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു പാർട്ടിയുടെ കൂടിയല്ല. ഇത് നമ്മൾ ക്രൈസ്തവ സഭ നീതി നിഷേധിക്കുന്നവരുടെ കൂടെ നിൽക്കുകയാണ്, അവരുടെ വേദനയോട് കൂടി ചേരുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ റാലി പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും നമ്മളിത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, നീതി നിഷേധിക്കുന്ന ആരുണ്ടോ അവരോടൊപ്പം ഇതിൽ പങ്കുചേരാം. അവരുടെ ശബ്ദമായിട്ട് ക്രൈസ്തവ സഭ ഇവിടെ ഈ സമയത്ത് മാറുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റാലി. അതല്ലാതെ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, ക്രൈസ്തവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് കൂടെ ചേരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ 4 കുടുംബങ്ങളുണ്ട്. ആ 4 കുടുംബങ്ങളിൽ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് പാലൂർ ഫൊറോനയുടെ കീഴിൽ നമ്മളിത് നടത്തിയിട്ടുള്ളത്. വഖഫിന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു അവകാശവാദം ഉപേക്ഷിക്കുക, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. കാരണം വർഷങ്ങളായിട്ട് ഇവരുടെ സ്വന്തമെന്ന് കരുതുന്ന ഭൂമി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്കുള്ള വേദന, ഇന്നാൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാക്കുന്ന മാനസിക വേദന. വലുതും ചെറുതുമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചവരുണ്ട്. അപ്പോൾ വർഷങ്ങളോളം ഇവിടെ താമസിച്ചത്, കഴിഞ്ഞ വർഷം വന്ന് താമസിച്ചവരെന്ന് ഇവര് വർഷങ്ങളായിട്ട് 50 വർഷത്തോളം ചേട്ടന്മാരൊക്കെയാണ് ഇവിടെ ഉള്ളതൊക്കെ. 50 വർഷം മുമ്പേ ഭൂമി വാങ്ങിച്ചവരൊക്കെയാണ്. അവരോട് അടുത്ത് ഈ നോട്ടീസ് എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്കായാലും വിഷമമുള്ളതാക്കുന്നതല്ലേ. ഇതൊന്നും പരിഗണിക്കാതെയാണ് വഖഫ് നോട്ടീസ് കൊടുക്കുന്നത്. ഇതൊന്നും പരിഗണിക്കാതെയാണ്, അവരുടെ വേദന അല്ലെ അവരുടെ സങ്കടം ഒന്നും മനസ്സിലാക്കാതെയാണ് വഖഫ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെതിരെയാണ് നമ്മുടെ സമരം. സർക്കാരിന്റെ മൗനം, അതിനെതിരെയാണ് നമ്മുടെ സമരം.